ഖദീജ ബീബി റളിയല്ലാഹു തആല ചാടി എഴുന്നേറ്റ് കെട്ടിപ്പിടിച്ചിട്ട് അങ്ങോട്ട് മുത്തം കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്തോഷം കാരണം. എന്നിട്ട് ചോദിച്ചു, എനിക്കൊരു 3 ആഗ്രഹമുണ്ട്, സാധിച്ചു തരുമോ? ഭാര്യ ഭർത്താവിനോടല്ലേ പറയേണ്ടത്? ഖദീജ ബീബി റളിയല്ലാഹു തആല ചോദിച്ചു, എനിക്കൊരു 3 ആഗ്രഹമുണ്ട്, സാധിച്ചു തരുമോ? എന്താ ഖദീജ? ഞാൻ മരിച്ചാൽ നിങ്ങൾ തന്നെ എന്നെ കുളിപ്പിക്കണം, വേറെ ആരെയും വിടരുത്. എന്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് നിങ്ങളാ നബിയേ. ഖദീജ ബീബി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ അവസാനമായി കുളിപ്പിക്കേണ്ടത് നിങ്ങളുടെ കൈകൊണ്ടാ നബിയേ. നിങ്ങൾ വേണം എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ഖദീജ ബീബി റളിയല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാ, എന്നെ നിന്നെ കുളിപ്പിക്കാം. ഖദീജ രണ്ടാമതായി പറയുന്നു, നബിയേ, അങ്ങന്റെ മയ്യത്ത് പൊതിയുമ്പോ നമ്മൾ രണ്ടുപേരും കിടക്കുന്ന സമയത്ത് പുതയ്ക്കുന്ന ഈ പുതപ്പുണ്ടല്ലോ, എന്റെ കഫം പൊതിയുന്ന സമയത്ത് അങ്ങയുടെ ചുമലിൽ എപ്പോഴും കിടക്കുന്ന ഈ പുതപ്പുണ്ടല്ലോ, അതെന്റെ കഫം തുണിക്കകത്ത് വെക്കണേ യാ റസൂലല്ലാഹ്. ഖബറിൽ കിടക്കുമ്പോഴും നിങ്ങനെ വാസന എനിക്ക് വേണം. നിങ്ങളുടെ ആ വിയർപ്പിന്റെ മണമുണ്ടല്ലോ, നിങ്ങളുടെ ശരീരത്തിന്റെ സുഗന്ധമുണ്ടല്ലോ, ഖബറിനകത്ത് കിടക്കുമ്പോഴും എന്റെ കൂടെ എനിക്ക് വേണം നബിയേ. അതുകൊണ്ട് നിങ്ങൾ എന്റെ മയ്യത്ത് പൊതിയുമ്പോൾ ഈ പുതപ്പന്റെ കഫൻ തുണിക്കകത്ത് വെക്കുമോ നബിയേ? വെച്ച് തരാ ഖദീജ. യാ റസൂലല്ലാഹ്, 6 അടി മണ്ണിൽ എന്റെ മയ്യത്തിറക്കുമ്പോ, എന്റെ ജനാസ ഖബറിന്റെ അകത്ത് ഇറക്കുമ്പോ നിങ്ങളുടെ കൈ കൊണ്ട് വേണം എന്നെ ഖബറിനകത്ത് ഇറക്കി വെക്കാൻ. എന്റെ ജനാസ ഖബറിൽ ഇറക്കി വെക്കേണ്ടത് നിങ്ങളുടെ കൈ കൊണ്ടായിരിക്കണം നബിയെ. സാധിപ്പിച്ചു തരുവോ യാ റസൂലല്ലാഹ്? പെങ്ങളെ ഖദീജ യാത്ര പറയുകയാ. മുത്തുനബിയുടെ കണ്ണ് നിറഞ്ഞു, റസൂലുള്ളാഹി തങ്ങളുടെ കണ്ണ് നിറഞ്ഞു. ലോകത്തേത് പെണ്ണിനാ ഇതുപോലെയുള്ള ഭാഗ്യം കിട്ടുക? ഏത് പെണ്ണിനാ മോളെ ഇതുപോലെയുള്ള ഭാഗ്യം കിട്ടുക? ഖദീജ ബീവി മുത്തുനബിയോട് യാത്ര പറഞ്ഞു. കുളിപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂലാ. കഫം പൊതിഞ്ഞപ്പോ തന്റെ കമീതന്റെ ഷാലെടുത്ത് മയ്യത്ത് പൊതിയുമ്പോ കഫം തുണിക്കകത്ത് മുത്തുനബി വെച്ചു. ഖദീജ ബീവിയുടെ മയ്യത്ത് ഖബറിനകത്ത് ഇറക്കി വെച്ചപ്പോ ഖദീജ ബീവിയുടെ കഫം തുണിക്ക് മുകളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുനീരിങ്ങനെ വീഴുകയാ. ഖബറടക്കി 3ഉം 40ഉം കൊണ്ട് തീർന്നില്ല വാപ്പാ. മരിക്കുന്ന കാലം വരെ ഖദീജ എന്ന് പറഞ്ഞ കരയുമായിരുന്നു. ഒരിക്കൽ ആയിഷ ബീവി എപ്പോ നോക്കിയാല് ഖദീജയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീവി ചോദിച്ചു, ഈ കിളവിയോട് ഇത്ര സ്നേഹമെന്തേ നബിയേ? കിളവിയോട് ഇത്ര സ്നേഹമെന്തേ നബിയേ? കൊച്ചുകുട്ടികളെ കരയുന്നത് പോലെ തന്റെ ഭാര്യ കിളവി എന്ന് വിളിച്ചപ്പോ റസൂലുള്ളാഹിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. റസൂലുള്ളാഹി തങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല തന്റെ ഭാര്യ കിളവി എന്ന് വിളിച്ചപ്പോ. ആയിഷ ബീവിയോട് മുത്തുനബി പറഞ്ഞു, എന്റെ ഖദീജയ്ക്ക് തുല്യം എന്റെ ഖദീജയാ. നീയൊക്കെ എത്ര വിചാരിച്ചാലും എന്റെ ഖദീജയെ പോലെയാകില്ല. അതാണ് സഹോദരാ കുടുംബജീവിതം, അതാണ് ഏറ്റവും നല്ല മനോഹരം. അതുകൊണ്ട് ജീവിക്കേണ്ടത് പോലെ ജീവിക്ക്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്ക്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട